മീഡിയ പീഡിയയിൽ ഇന്ന് ഒരു സകലകലാ വല്ലഭം വന്നിട്ടുണ്ട്. അതായത് പാട്ട് പാടാനാണെങ്കിലും മ്യൂസിക് കമ്പോസ് ചെയ്യാനാണെങ്കിലും പിന്നെ ആക്ടിങ് ആണെങ്കിലും അങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഇവിടെ ഓടും. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ടിറ്റോ പുത്തൂരാണ്. ഹലോ ടിറ്റോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം അശ്വതി. സകലകലാ വല്ലഭം എന്ന് പറഞ്ഞത് വെറുതെ അല്ല. ചേട്ടൻ ചെയ്യാത്തത് എന്താണെന്ന് ചോദിക്കാൻ എളുപ്പം, കാരണം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ചെയ്യും അല്ലേ? അതായത് നമ്മുടെ വീട്ടിലെ കാര്യം വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ശരിയായിരിക്കും. എനിക്ക് തോന്നുന്നു നാട്ടിലും അല്ലെങ്കിൽ പുറമേക്കൊക്കെ നോക്കുകയാണെങ്കിൽ സകല വല്ലഭൻ എന്താണ് അതെനിക്ക് പറയാൻ അറിയില്ല. എന്നാൽ വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ വീട്ടിൽ പറയുമ്പോൾ നമ്മൾ വലിയ കാര്യം എന്നൊക്കെ വീട്ടുകാർ ചിലപ്പോൾ പറയായിരിക്കും, നാട്ടുകാർ തന്നെ പറയുമോ എനിക്ക് തോന്നുന്നില്ല. ആക്ടിങ് ഉണ്ട്, പാട്ടുണ്ട്, മ്യൂസിക് ചെയ്യുന്നുണ്ട്, പിന്നെ ബാക്കി തബല വായിക്കാൻ അറിയാം, റിതംബേഡ് വായിച്ചിരുന്നു, അങ്ങനെ പള്ളി കൊയറിലൊക്കെ ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഡാൻസിങ് എനിക്ക് തോന്നുന്നത് ബിമിത തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അറിയാത്തത് എന്തുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭാര്യ പഠിപ്പിച്ച് തന്നിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ സകലകലാ വല്ലഭൻ എന്ന് വിളിച്ചുകൊണ്ട് ഒരു തെറ്റുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചേട്ടൻ ഇത്രയും കാര്യം ചെയ്യുന്നതിൽ ഏറ്റവും എല്ലാം ഇഷ്ടമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഏതായിരിക്കും? ഏറ്റവും ഇഷ്ടം ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ആക്ടിങ് തന്നെയാണ്. ആണ്. മുന്നേ എനിക്ക് തോന്നുന്നു ആക്ടിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് ആക്ടിങ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നമ്മളാരും വിളിച്ചോളണമെന്നില്ല. പക്ഷേ എനിക്കായിരുന്നു ആക്ടിങ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിലും കൂട്ട് വിളിച്ചത് ബിമിത തന്നെയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്കും കുറേ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. തൃപ്തനാണ്. ഇനിയും വേണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. ഞങ്ങളുടെ ഈ ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊക്കെ സഹായിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ശശി സാർ തന്നെയാണ്. ശശി സാറിൻ്റെ അടുത്ത് നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്ക് പറ്റുകയാണെങ്കിൽ ആൾ ചെയ്യുമായിരിക്കും. നമ്മൾ മിനി സ്ക്രീൻ ആക്ടിങ് അല്ലാതെ നാടകങ്ങളിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും ആക്റ്റീവായിട്ട്. അതെ, നാടകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ 10ാം ക്ലാസ് ഗ്രൂപ്പ് 86 ആണ് ഞങ്ങളുടെ ഗ്രൂപ്പ് 10ാം ക്ലാസ്. അതിൻ്റെ ഒരു നാടകം വരാൻ പോകുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ ഇപ്പോൾ തന്നെ വരാൻ പോകുന്നുണ്ട്. അതിൽ ഞാനും ബിമിതി നാടകത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വേറെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അവർ മുത്തശ്ശനാക്കി. ബിമിതേനാണെങ്കിൽ എൻ്റെ ചെറുമകളാക്കുകയും ചെയ്തു. അടിപൊളി. സത്യത്തിൽ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലെങ്കിലും കൂടിയിട്ട് എന്താ പറയാ, അതിലത്തെ അഭിനേതാവ് എന്നുള്ള നിലയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിലും ക്യാരക്ടർ കേട്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. എന്നെ മുത്തശ്ശാന്നൊക്കെ ബിമിത വിളിക്കാന്ന് പറയുമ്പോൾ എനിക്ക് അങ്കിളിൽ നിന്ന് വിളിക്കാൻ തന്നെ ഇഷ്ടമില്ല. എനിക്ക് വയസ്സാവണം തന്നെ ഇഷ്ടമില്ല. അത് ആർക്കായാലും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അതുപോലൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് മുമ്പ് ഒരു ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് രോഗം വന്നിരുന്നല്ലോ. അപ്പം എനിക്ക് മൊത്തത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ ഉണ്ടാക്കണം. അത് നമുക്ക് ആരും ഉണ്ടാക്കി തരില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ പറ്റാവുന്ന മേഖലയിലൊക്കെ കയറി കൂടിയിട്ടൊക്കെയാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ചെറുപ്പത്തിലൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരാളെ ഫേസ് ചെയ്യുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ല, ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത എൻ്റെ സ്വഭാവങ്ങളിൽ ഒന്നാണത്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റിയെടുക്കാതെ പറ്റില്ല, നമുക്ക് സമൂഹത്തിൽ ജീവിക്കല്ലേ. അപ്പോൾ വിഷമങ്ങളൊക്കെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നാക്കം മാറിയിട്ട് കാര്യമില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ഉടനടി അടുക്കളയിലേക്ക് പോകും. നമുക്ക് സംസാരിക്കാൻ വിഷയമില്ല. ഇപ്പം നമ്മൾ സംസാരിച്ച് വിഷയം ഉണ്ടാക്കും. അപ്പോൾ അത് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്തെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തി എടുക്കണം. നമ്മളാരും സന്തോഷിപ്പിക്കാൻ വരില്ല. ശരിയല്ലേ? നമ്മുടെ ലൈഫിലെ സന്തോഷങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണല്ലേ. അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ടിറ്റോ ചേട്ടൻ. ഒരു സർവൈവർ കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അസുഖം വന്നു, അതിനെ നമ്മൾ നേരിട്ട് ഇപ്പോൾ നമ്മൾ അതൊരു മെസ്സേജായിട്ട് നമുക്ക് ആളുകളോട് പറയാം. എന്തെങ്കിലും ഒരു അസുഖം വന്നതിൻ്റെ പേരിൽ, എന്തെങ്കിലും ഒരു അസുഖമല്ല, ആളുകൾ ശരിക്കും ഞെട്ടുന്ന നമ്മുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു അസുഖം തന്നെയാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ വിഷമിച്ച് ജീവിതം അതോടുകൂടെ തീർന്നു എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരാളല്ല, ഫാമിലി മൊത്തം അങ്ങനെയായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് അവർക്കൊക്കെ ശരിക്കും ഒരു മെസ്സേജാണ് ടിറ്റോ ചേട്ടൻ അതിനെ എങ്ങനെ നേരിട്ടു, എങ്ങനെ അതിനെ അതിജീവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കും ഒരു ഇൻസ്പിറേഷനാണ് നിങ്ങളുടെ ഫാമിലി. തീർച്ചയായിട്ടും. ഞാനത് ഏഷ്യാനെറ്റിൽ മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എനിക്ക് അസുഖം വന്നപ്പോൾ എൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലുതായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ബിമിതയുടെ കയ്യിൽ നിന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ബിമിതയായാലും മക്കളായാലും എന്നെ ഇപ്പോഴായാലും എപ്പോഴായാലും അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അവിടെയുള്ളത്. പക്ഷേ അതേസമയം തന്നെ ഞാൻ അമലയിലായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അമലയിൽ 16ാം വാർഡായിരുന്നു, വാർഡ് 16. ആ വാർഡിൽ ഉള്ള എല്ലാ റൂമിലുള്ള ആൾക്കാരും വളരെ വിഷമിച്ചിട്ടും മൂക്കത്ത് വിരൽ വെച്ചിട്ടും ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ റൂമിൽ മാത്രം ഭയങ്കര പാട്ടും ബഹളവും ചിരിയും. നേഴ്സുമാരൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റൂമിലാണ്. കാരണം വെച്ചാൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര വിഷമവും കരച്ചിലും
ഒന്നും ശരിയാവണില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഈ എന്താ പറയുക ജേണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അസുഖം ഉണ്ടെന്നുള്ളത് വശമുണ്ട്, റിക്കവർ ആവുമോ എന്നുള്ളത് അറിയില്ല. തമാശ പറയണമെന്ന് വേറൊന്നുമല്ല, ആ സമയത്ത് ഷോദറിൻ്റെ സ്കൂളിലത്തെ 2 കൊല്ലത്തെ ഫീസൊക്കെ ഞങ്ങൾ അടച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ മരിക്കാൻ പോകണല്ലോ, ഇനിയിപ്പോൾ വേറെ ഫീസ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ വിവിധ കുറേ ബുദ്ധിമുട്ടും. അപ്പോൾ 2 കൊല്ലത്തെ ഫീസ് ഞങ്ങൾ അടച്ചു. അപ്പോൾ പിന്നീട് അത് ആലോചിക്കുമ്പോൾ ഭയങ്കര തമാശയായിട്ട് തോന്നി. ആ സമയത്ത് ഭയങ്കര ഗൗരവത്തിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഡള്ളൊക്കെ ആയിരുന്നു. ഈ അസുഖമൊക്കെ വരുമ്പോൾ നമ്മൾ നന്നായി ഡള്ളാവും. ഈ ഡള്ളായി പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ദൈവദൂതനെ പോലെ അന്ന് ഈ റിയാലിറ്റി ഷോ വന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇതായി. ബിമിതയ്ക്ക് അത്ര വലിയ താല്പര്യമൊന്നും ആ കാര്യത്തിലുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു നിർബന്ധത്തിന് ബിമിത എൻ്റെ കൂടെ വരികയായിരുന്നു. അത് ഭയങ്കരമായിട്ട് എനിക്ക് എപ്പോഴും എന്താ പറയുക ജീവിതത്തിൽ എപ്പോഴും ഓർക്കാൻ പറ്റിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്കവറായി കിട്ടണ്ടേ, ഒന്ന് ഡെവലപ്പ് നമ്മളെ തന്നെ ഒന്ന് ഇതായി കിട്ടണ്ടേ. പിന്നെ ഞങ്ങൾ പല സ്ഥലത്തും ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ടുണ്ട്. ആ സമയത്ത് അമലയിൽ തന്നെ കുറേ സമയങ്ങളിലൊക്കെ ക്ലാസ് എടുക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ക്ലാസ് എടുക്കാനൊക്കെ പറ്റിയ ആൾക്കാരാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടുന്ന രീതി വളരെ വ്യത്യസ്തമായിട്ട് നേരിട്ടവരാണല്ലോ നിങ്ങൾ. പിന്നെ ദൈവാനുഗ്രഹം ഉണ്ട് അതിൻ്റെ കൂടെ. അതെ, തീർച്ചയായിട്ടും. അതൊക്കെ ഉണ്ടെങ്കിലും അതിനെ നേരിടാൻ, സധൈര്യം നേരിടാൻ, ചിരിച്ചുകൊണ്ട് നേരിടാനൊക്കെ സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ആളുകൾക്ക് പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതങ്ങനെ നേരിട്ടത് കൊണ്ടായിരിക്കാം ഇന്ന് നമുക്ക് ഇത്രയും സന്തോഷമായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആഘോഷിക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. വേറെ ആരും നമുക്ക് സന്തോഷം തരില്ല. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഇപ്പോൾ എവിടുത്തെ കേസ് എടുത്താലും നമ്മളുടെ ഡെവലപ്മെൻറ്റിലോ അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മൾ പിന്നാക്കം പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ സന്തോഷിക്കുമായിരിക്കും. ഡെവലപ്മെൻറ്റിൽ നമുക്കാരും സന്തോഷം തരില്ല. നമ്മൾ തന്നെ ചവിട്ടി കയറി പോകണം. നമ്മളാരും സന്തോഷിപ്പിക്കൊന്നുമില്ല. അതിപ്പോൾ ഞാൻ പറയണമെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ, ഇപ്പം ഞാൻ പറയാറുണ്ട്, എന്നാരും ഇഷ്ടപ്പെടാൻ വന്നില്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങോട്ട് കൂടുതൽ കയറി ഇഷ്ടപ്പെടാറുമില്ല. അതായത് ഞാൻ വിവിധോടെ തന്നെ പറയണേ, എനിക്ക് നിന്നെ വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയും. തമാശയ്ക്ക് പറയണതല്ല, കാര്യമായിട്ട് തന്നെ. എന്താ കാരണം വെച്ചാൽ വേറൊന്നുമല്ല, എനിക്ക് എന്നെ കൂടുതൽ ഇഷ്ടപ്പെടണം എന്നുള്ള താല്പര്യമുള്ള ഒരാൾ ഇപ്പോൾ എൻ്റെ ഭാര്യ എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ എന്നെ പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനത്തെ ഒരാളും കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആൾ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് വിഷമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അധികം അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പോവില്ല. വല്ലാത്തൊരു തിയറിയാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾ എന്നെ കൂടി അല്ല, കൂടുതൽ ബന്ധങ്ങൾ വേണ്ട. പക്ഷേ ഇവരൊക്കെ നല്ല ബന്ധമുണ്ട്. ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞാലും കൂടിയിട്ട് ഇങ്ങനെ ഒരു ചിന്തയും കൂടി എനിക്ക് ഉണ്ടാവാറുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ്. പൊട്ട സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലായിട്ട് ആരുമായിട്ട് അറ്റാച്ച്ഡ് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അങ്ങനെ ഫ്രണ്ട്സുകളൊന്നുമില്ല. ഇൻഡിവിജ്വലായിട്ട് 1-2 ഫ്രണ്ട്സുകളല്ലാതെ അധികം ഫ്രണ്ട്സൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഓണറായിട്ടുള്ള ജെമിൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. എന്നിരുന്നാൽ കൂടിയിട്ട് കൂടുതൽ അവനായിട്ടും ആരായിട്ടും അങ്ങനെ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എനിക്ക് കുറവാണ്. അങ്ങനത്തെ ഒരു ഇതാണ്. അത് എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ വിഷമം. ഇനി എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല, എനിക്കിങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ ഇതുപോലൊരു തിയറി വേറെ എവിടെയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് മറ്റാൾക്കാരായിട്ടുള്ള ലിങ്ക് ഇത് തിരിച്ചല്ലേ ഉണ്ടാവുക സാധാരണ. എനിക്ക് എന്നെ കൂടുതൽ ഇഷ്ടം ആൾക്കാരെ, ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ ആ സർക്കിൾ വലുതാക്കല്ലേ വേണ്ടത്. കിട്ടണില്ല. ഇപ്പോഴത്തെ ആൾക്കാർ സെൽഫിഷ് അല്ലേ. അതുകൊണ്ട് ആരെങ്കിലും അശ്വതിനെ ആരെങ്കിലും എന്താ വിശേഷം എന്ന് വെച്ചിട്ട് ഫോൺ വിളിച്ച് ചെയ്യാറുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അശ്വതിനെ വിളിക്കും. അത് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു, അവരാവശ്യം കഴിഞ്ഞു. പിന്നെ അടുത്ത ആവശ്യത്തിനല്ല അശ്വതിനെ വിളിക്കുള്ളൂ. അല്ലാതെ എന്താ വീട്ടിലെ വിശേഷം, അല്ലെങ്കിൽ അശ്വതിക്ക് സുഖമാണോ, ഇപ്പോൾ സന്തോഷിച്ചിട്ടാണോ ഇരിക്കണേന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും വിളിക്കുമോ? ഇല്ല, ആർക്കും സമയമില്ല. എനിക്ക് അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചല്ലേ ഉള്ളൂ. അതെ, അത് ഞാൻ പറയുന്നത് കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ടാവുള്ളൂ. എല്ലാവരും അങ്ങനെ ചോദിച്ച് വിളിക്കില്ലല്ലോ. അപ്പം നമ്മൾ അവരെ പോയിട്ട് അടുപ്പം കാണിച്ചിട്ട് നമുക്ക് അവരെ നിന്ന് വിഷമം മേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ടില്ല, പിന്നെ ഇങ്ങോട്ടും വേണ്ട. ഓക്കെ, ഞാൻ സമ്മതിച്ചു. തിയറിയാണ് ടിറ്റോ ചേട്ടാ ഫോളോ ചെയ്യണത്. ഞാൻ സമ്മതിച്ചു. ഇതുപോലെ വെറൈറ്റി ആയിട്ട് വേറെ തിയറീസ് ഉണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിലും കൂട്ടി നമ്മളങ്ങോട്ട് സ്നേഹവും ഇഷ്ടമൊക്കെ അഭിനയിക്കും. അപ്പം നമുക്ക് അവിടെ നിന്നൊക്കെ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അഭിനയം മാത്രമാണ്. ഇപ്പം പറഞ്ഞ് ജീവിതം കംപ്ലീറ്റ് അഭിനയമല്ലേ. പണ്ടത്തെ പോലത്തെ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഈ പണ്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ടിറ്റോ ചേട്ടൻ പണ്ട് എന്ന് പറയുന്നത് ടിറ്റോ ചേട്ടൻ്റെ ചെറുപ്പം ആ ഒരു സമയമാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് വീടുകളിൽ തന്നെ ആൾക്കാർ കുറേ ഉണ്ട്. നമ്മളെ ഇപ്പോഴത്തെ കാലത്ത് വീടുകളിൽ ആളില്ല. അന്നത്തെ കാലത്ത് ബന്ധങ്ങൾ കൂടുതലുണ്ട്. അന്നത്തെ കാലത്തെ ബന്ധങ്ങൾ ഇപ്പോഴത്തെ കാലത്തില്ല. ഇപ്പം നമ്മുടെ മക്കൾ തന്നെ
നമ്മളോട് നമ്മുടെ അടുത്ത് ഇരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കൂടുതൽ നേരം ഇനി ഇരുന്ന് സംസാരിക്കാനോ നിർബന്ധിച്ചാണ്. ഞാനിപ്പോൾ ഷോദലിനെ ആയാലും സാനുവിനെയൊക്കെ ആയാലും നമ്മളെ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് അവർക്ക് നിർബന്ധ പിരിവ് പോലെയാണ്. അതായത് കുറച്ച് നേരം അവിടെ ഇരിക്കണം. അപ്പോൾ ഈ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇവർ എന്നെ നോക്കും, അല്ലെങ്കിൽ ബിമിതാനെ നോക്കും. ഞങ്ങൾ ഞങ്ങൾക്ക് പോവാറായെങ്കിൽ ഞങ്ങൾ പോവാം എന്നുള്ള പോലെ. അപ്പോൾ അത്ര താല്പര്യമുള്ളൂ. അതിപ്പോൾ അവരെ കുറ്റം പറയല്ല, ആരും കുറ്റം പറയും. ഇപ്പോഴത്തെ ജനറേഷൻ ഗ്യാപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആരും അങ്ങനെ അന്ധമായിട്ട് ഇഷ്ടപ്പെടാനോ സ്നേഹിക്കാനോ പോവാറില്ല. അതന്നെ അതിൻ്റെ കാര്യം. പിന്നെ ഇനി ടിറ്റോ ചേട്ടൻ്റെ കുറേ ഇഷ്ടങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇത്രയും ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ഹോബീസ് ഉള്ള ആൾ ഫുൾ ടൈം ഇങ്ങനെ എൻഗേജ്ഡ് ആണോ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും? എനിക്കെപ്പോഴും എന്തെങ്കിലും ചെയ്യാനൊക്കെ ആയിട്ട് മടി കൂടുതലുള്ള ആളാണ്. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സംഗീതവും പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അടുത്ത് ഞാനൊരു മ്യൂസിക് ചെയ്തിട്ടുള്ള ഡിവോഷണൽ സോങ് മഞ്ചേരി പാടലുണ്ടായിട്ടുണ്ട്. അതിപ്പോൾ അതിൻ്റെ കാരണക്കാരനും പറയുകയാണെങ്കിൽ ജബിൻ തന്നെയാണ്. ജബിൻ വഴിക്കാണ് ആ സാധനം ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. പെരുന്നാളിനോടനുബന്ധിച്ച് അങ്ങനെ മഞ്ചേരിയെ കൊണ്ട് പാടിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു പാട്ട് ട്യൂൺ ചെയ്ത് വെച്ചിട്ട് മഞ്ചേരി പാടി അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ആൾക്കാർ പാടിക്കൊള്ളണമെന്നില്ല. അതൊരു വലിയ കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രചോദനമുള്ള ആൾക്കാരും നമ്മുടെ ലൈഫിലുണ്ട്. എന്നാലും എനിക്ക് പേടിയാണ് ഒരാളായിട്ട് കൂടുതൽ ഇതാവാനൊക്കെ ആയിട്ട്. ഓക്കെ, ഇതിന് ഞാൻ ടിറ്റോ ചേട്ടൻ്റെ തിയറി എന്ന് വിളിക്കാം. ഇങ്ങനത്തെ ആൾക്കാരുണ്ടോയെന്നൊന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. ആൾക്കാരുണ്ടാവും എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ വിഷമം തട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മ്യൂസിക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇത് നമ്മളിങ്ങനെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ എപ്പോഴും അപ്പോൾ പാട്ട്, പിന്നെ തബല എല്ലാം ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണോ കൂടുതൽ ടൈം? തബല ഞാൻ ഒരു 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 5ാം ക്ലാസ് തൊട്ടിട്ട് ഞാൻ ഏകദേശം ഈ പാവർട്ടി പള്ളി കൊയറിലുണ്ട്. ഇപ്പം ഏകദേശം ഒരു 50 വയസ്സ് വരെയൊക്കെ ഞാൻ പാവർട്ടി കൊയറിലുണ്ടായിരുന്നു. കൂടുതൽ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ 3 കൊല്ലമാണ് അത് പഠിച്ചത്. 3 കൊല്ലം പഠിച്ചു. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് 20 രൂപയാണ് അന്ന് ആദ്യം തബല വായിക്കാൻ പോയിട്ട് എനിക്ക് ഫീസ് കിട്ടിയത്. അന്ന് ഞാൻ പോയിട്ട് ഒരു ചായ കുടിച്ചു പോയിട്ട്. കാരണം വെച്ചാൽ അന്ന് വീട്ടിലൊന്നും പൈസ ചോദിച്ചാൽ കിട്ടില്ല. 20 രൂപ അന്ന് ചായക്ക് ചെറിയ പൈസയുള്ളൂ. ഫസ്റ്റ് റെമ്യൂണറേഷൻ അതായിരിക്കും 20 രൂപ ജീവിതത്തിലെ ആദ്യമായിട്ട് നമ്മൾ സമ്പാദിച്ച പൈസയായിരിക്കും. പിന്നെ അവിടെ നിന്ന് തൊട്ടിട്ട് ഞാൻ പല കൊയറുകളിലും തബല വായിക്കാനും പാട്ട് പാടാനൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടില്ല. പാട്ട് പാടാറുണ്ടെങ്കിലും പോയിട്ട് തബല വായിക്കലാണ് എൻ്റെ കൂടുതലിത്. പിന്നെ കല്യാണത്തിന് ശേഷമാണ് ഈ റിതം പാഡ് വായിക്കലും അങ്ങനത്തെ പരിപാടി ട്രൂപ്പിൽ പോകലൊക്കെ ഉണ്ടായി. അന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ 500 രൂപയൊക്കെ ആയിട്ടുണ്ട്. കല്യാണം 98-ലാണ് കഴിയുന്നത്. 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാനും ബിമിതാനൊക്കെ കൂട്ടുമെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. എന്തായാലും എനിക്ക് എൻ്റെ കാര്യം ഞാൻ പോയിട്ടത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. സ്വന്തമായിട്ട് നമുക്ക് ഒരു സംഭവം കിട്ടുക എന്നുള്ളതല്ല. ഈ റിതം പാഡ് വാങ്ങിക്കാനുള്ള പൈസ എനിക്ക് ഇതേപോലെ തബല വായിച്ചിട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ റിതം പാഡ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഞാൻ തന്നെയാണ് വാങ്ങിച്ചതെന്നുള്ളത് വീട്ടിൽ പറയാനായിട്ട് പേടിയാണ്. കാരണം വെച്ചാൽ എനിക്ക് അപ്പച്ചനൊക്കെ അന്ന് മാഷാണ്. ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കട്ടെ എൻ്റെ മൈൻഡിൽ ഇങ്ങനത്തെ ചിന്തകളൊക്കെ വന്നിട്ടുണ്ടാവുക. അന്ന് ഫാദറിനെ ഭയങ്കര പേടിയാണ്. മാഷന്മാരെ പേടിയുള്ള കുറേ കുടുംബങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. പക്ഷേ ഭയങ്കര കമ്പനിയായിട്ടുള്ള കുടുംബങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അത് തെറ്റല്ല, അന്നത്തെ ഒരു രീതി അങ്ങനെ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മക്കളെ ഇങ്ങനെ പേടിപ്പിച്ച് വളർത്താനൊക്കെ ആയിട്ട് ദേഷ്യമായിരുന്നു. എൻ്റെ മക്കളോട് ഞാൻ കുറേ ഫ്രീ ആയിട്ടൊക്കെയാണ് പെരുമാറിയിട്ടുള്ളത്. അവരും ഇതേപോലെ തന്നെ ഫ്രണ്ട്ലി തന്നെയാണ്. അപ്പോൾ അതിപ്പോൾ ബിമിതയായാലും വൈഫായാലും മക്കളായാലും ഇപ്പം അങ്ങനെ പേടിപ്പിച്ച് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റിതം പാഡ് വാങ്ങിച്ചത് വീട്ടിൽ പറയാൻ പേടിയായിരുന്നു. ആ സമയത്തൊക്കെ തന്നെയാണ് ഞാനൊരു കാസറ്റ് ഇറക്കിയിട്ടുണ്ട്, ഡിവോഷണൽ സോങ്ങിൻ്റെ കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. ആ കാസറ്റ് ഇറക്കിയിട്ട് ഈ പാട്ട് ഫാദറിനെയും മദറിനെയൊക്കെ കേൾപ്പിക്കുന്ന സമയത്ത് ഇത് ഞാൻ ഇറക്കിയെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. കാരണം വെച്ചാൽ എനിക്ക് ശരിക്കും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സന്തോഷമുള്ള കാര്യങ്ങൾ വീട്ടിൽ വന്ന് അഭിമാനത്തോടിട്ട് പറയുന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാവാറ്. എനിക്കത് പേടിയാണ്. കാരണം വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എവിടുന്ന് ഇതിന് പൈസ കിട്ടിയേ, അല്ലെങ്കിൽ റിതം പാഡ് വായിക്കാനായിട്ട് തന്നെ പൈസ എവിടുന്ന് കിട്ടിയെന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഫാദർ ഇപ്പോൾ മരിച്ചു, എന്നാലും ഇപ്പോൾ കേൾക്കുമ്പോൾ ആൾക്കൊക്കെ അതൊരു തമാശയായിട്ട് തോന്നും. അന്ന് ഞാൻ വളരെയധികം പേടിച്ചിട്ടുള്ള കേസാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വണ്ടി ഓടിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ അന്ന് അതിനുള്ള സംവിധാനമില്ല. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ 16 രൂപയ്ക്കാണ്ടെന്നുണ്ട് TVS ബൈക്ക് കിട്ടും.
16 രൂപയ്ക്ക്. അപ്പോൾ ഈ ബൈക്ക് ഓടിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്കിത് തരാനായിട്ട് എന്താ പറയുക, പൈസ കിട്ടാനായിട്ട് വീട്ടിൽ നിന്ന് നിർവാഹമില്ല. പലപ്പോഴും എൻ്റെ അപ്പച്ചൻ്റെ വണ്ടി ഞാൻ അപ്പച്ചൻ പോയ സമയത്ത് ഓടിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ ആയിട്ട് വേഗം എളുപ്പത്തിൽ പറ്റിയിരുന്നു. നല്ല അടിയും കിട്ടും, എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടി. ഇപ്പോഴത്തെ പിള്ളേരെ അടിക്കാൻ പറ്റില്ലല്ലോ. മക്കളെ അടിച്ചിട്ടുണ്ടോ? മക്കൾ 1-2 പ്രാവശ്യം അടിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയണത്. പക്ഷെ ഞാൻ എൻ്റെ അറിവോടുകൂടി എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ അടിക്കണതോ അങ്ങനത്തെ അത്രയും ദേഷ്യം വന്ന ഒരു സാഹചര്യമായിരിക്കും. അവർ പറയുന്നുണ്ട് ഇങ്ങനെ അന്ന് എൻ്റെ ബൈക്കിൻ്റെ താക്കോല് ഞാൻ വലിച്ചെറിഞ്ഞിട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ വളരെ ഭീമിതൊക്കെയാണ് ഞങ്ങളുടെ അവിടെ ചീത്ത പറയുന്ന ആൾ. മക്കളെ ചീത്ത പറയലും എന്നെ അടക്കം ചിലപ്പോൾ ചീത്ത പറയും. കാരണം വെച്ചാൽ ഞങ്ങളുടെ വീട് സത്യത്തിൽ ഭരിക്കുന്ന ആൾ ഭീമിതയാണ്. അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ അണ്ടറിൽ നിന്നാൽ മതി, മൂപ്പരേനെ കാര്യങ്ങൾ നീക്കിക്കോളും. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളാണ് ഭീമിത. ഇപ്പോൾ സീരിയൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പത്തരമാറ്റിലെ ജാനകിയാണ്. പക്ഷേ അതിൽ നെഗറ്റീവ് ക്യാരക്ടറാണ്. പഠിപ്പിച്ചത് വീട്ടിൽ നിന്നാന്നുള്ളത് പറയാൻ പറ്റില്ല. അല്ല, വീട്ടിലെ ആൾ പോസിറ്റീവാണ്. ആൾ വീടിന് വേണ്ടി ജീവിക്കുന്ന ആളാണ്, കുടുംബത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ അത്ര കാര്യമായിട്ട് കുടുംബത്തിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ ഭീമിത അത് കണ്ടമാനം അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. പിള്ളേർക്കൊക്കെ കൂടുതൽ താല്പര്യം ഭീമിതാനെ ആയിരിക്കും. പക്ഷേ അതേസമയം തന്നെ ഇനിയും താല്പര്യമുണ്ട്. അവരിപ്പോൾ 2 പേരുടെയും മക്കളാണല്ലോ. അപ്പോൾ അവർക്ക് 2 പേർക്കും 2 പേരെയും കൂടുതൽ താല്പര്യമാണ്. അപ്പോൾ ടിറ്റോ ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു നല്ല അച്ഛനാണ്, അല്ലെങ്കിൽ നല്ല അച്ഛനാന്ന് പറയണമൊന്നുമില്ല. ഇല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. മക്കളോടാണ് ചോദിക്കേണ്ടതല്ലേ? ശരി, അതെ അത് അവർ തന്നെയാണ് പറയേണ്ടത്. കാരണം വെച്ചാൽ നമ്മൾ നല്ല അച്ഛനാവാൻ വേണ്ടി ശ്രമിക്കണം. കാരണം വെച്ചാൽ നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് പല അയ്യോ എൻ്റെ അച്ഛൻ ഇങ്ങനെ ആവരുതായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതെ അതാണ് ഞാൻ പറഞ്ഞത്. അതായത് എൻ്റെ അപ്പച്ചൻ അവർ ചെയ്ത് തെറ്റൊന്നായിരിക്കില്ല. ആ കാലത്ത് ഒരു രീതി അതാണ്. പക്ഷെ ഇപ്പോഴത്തെ രീതി വ്യത്യാസമുണ്ട്. അതേസമയം തന്നെ എൻ്റെ അപ്പച്ചൻ എനിക്ക് വിഷമമായിട്ട് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും മക്കൾക്ക് വിഷമാവുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറില്ല. അതൊരു കാര്യം ഞാൻ നന്നായി ശ്രമിക്കാറുണ്ട്. അത് അവരോട് പറയാറുണ്ട്. അങ്ങനെ ആവാതിരുന്നിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് ചിലപ്പോൾ ഇനി നല്ലതാണോ പൊട്ടയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. അത് കുറച്ച് വൈകാരികമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. നമുക്കധികം അതെ അതിൽ വലിയ താല്പര്യം ആർക്കും ഉണ്ടാവില്ല. പിന്നെ ടിറ്റോ ചേട്ടൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഒരു പാട്ട് പാടിയാലോ? ഞാൻ ട്യൂൺ ചെയ്തിട്ടുള്ളൊരു പാട്ട് വേണമെങ്കിൽ ആദ്യം പാടാല്ലേ? ഓക്കെ. ഞാനറിയും മുൻപേ എന്നെ അറിഞ്ഞൊരു സൃഷ്ടാവാം ദൈവത്തിൻ സംഗീതമേ, നിൻ കരാങ്കുലി സ്പർശനത്താൽ മണി വീണയാമെന്നിലാരാഗമാകൂ. അങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു പാട്ട്. മുഴുവൻ വരികൾ എനിക്ക് ഓർമ്മയില്ല. ഇത് 94 ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ഈ മഞ്ചരി പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പാട്ടും ഞാൻ ട്യൂൺ ചെയ്തിട്ടുള്ളത് 94 ട്യൂൺ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് മഞ്ചരി കൊണ്ട് പാടിപ്പിക്കാൻ പറ്റും. ഒരു 30 വർഷത്തിന് ശേഷമാണ് അപ്പൊ നമ്മള് മഞ്ചരിയുടെ ശബ്ദത്തിൽ അത് ഇറങ്ങിയിട്ടുള്ളത്. വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം അന്ന് ഞാനിങ്ങനെ അവിടെയുള്ള പാവർട്ടിയിലുള്ള പള്ളിക്കോയറിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് പാടി അത് അവസാനിപ്പിക്കാനേ പറ്റിയുള്ളൂ. അന്ന് നമ്മുടെ കയ്യിൽ ഫണ്ടും വേണ്ടേ. ഒരു കാസറ്റ് ഇറക്കുക. അന്ന് മെൽട്രാക്കിൻ്റെ കാസറ്റൊക്കെയാണ്. അന്ന് കാസറ്റിൻ്റെ ഒരു സമയമായിരുന്നു. ഒരു കാസറ്റ് ഇറക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അന്നും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഫാദർമാരൊക്കെ ഉണ്ട്, അച്ഛന്മാരൊക്കെ ഉണ്ട്. അന്നത്തെ കൊച്ചനൊക്കെ എനിക്ക് എന്നോട് പറഞ്ഞു, നീ എന്നാലും ഒരു കാസറ്റ് ഇറക്കിയില്ലോ എന്ന് തോന്നുന്നു, അങ്ങനെ പറഞ്ഞു. പക്ഷെ ഈ കാര്യം നമുക്ക് വീട്ടിൽ പോയി പറയാൻ പറ്റില്ല. വീട്ടിൽ എന്നിട്ട് അറിയില്ലേ? എല്ലാ നാട്ടുകാരൊക്കെ അറിയുമ്പോൾ അതിങ്ങനെ കുറേശ്ശെ ലയിച്ചിങ്ങനെ വരും. അതായത് ഈ അന്നത്തെ കാലത്ത് നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ല അപ്പച്ചനായിട്ട്. എനിക്ക് തോന്നുന്നത് അപ്പച്ചനൊക്കെ വയസ്സായ സമയത്തൊക്കെയാണ് എന്നായിട്ടുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ മൂപ്പര് വന്നുള്ളൂ. കാരണം വെച്ചാൽ ഞങ്ങൾ പഠിപ്പിലൊക്കെ കുറേ പിന്നാക്കമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഫാർമസി കഴിഞ്ഞുള്ള ആൾ ഞാനാണ്. പക്ഷേ പഠിപ്പൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ആൾക്ക് ഞങ്ങളുടെ തറവാട്ടിൽ തന്നെ പഠിപ്പുള്ള ആൾക്കാരായിട്ട് അങ്ങനെയൊക്കെ അവരൊക്കെ ആയിട്ടും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ. ആൾക്ക് ഞങ്ങൾ പഠിക്കാത്തതുകൊണ്ട് ആൾക്കും കുറേ വിഷമം ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങളോട് സംസാരമൊക്കെ വളരെ കുറവാണ്. ആവശ്യത്തിന് സംസാരിക്കും, എന്നാലും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ട്യൂൺ ചെയ്യലോ അത് കാസറ്റാക്കി ഇറക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചിലപ്പോൾ അടി തന്നെ കിട്ടിയെന്ന് വരും.
പൈസ എവിടുന്നാന്നുള്ളതാണ് വേറത്തെ ചോദ്യം. പൈസ നമുക്ക് കട്ടെടുത്തിട്ട് പോയി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തബല വായിച്ച പൈസകളൊക്കെ എടുത്ത് വെച്ചിട്ടും അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഫണ്ട് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ഫണ്ട് ഇറക്കാനായിട്ട് ഒരാളും കൂടി പ്രൊഡ്യൂസർ വേറെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവം പറഞ്ഞത്. ഇറക്കി കാസറ്റ് ഇറക്കി, ഒരു 1000-ഓളം കാസറ്റ് അന്ന് ഇറക്കി. അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു എനിക്ക്. ഞാൻ തന്നെ സ്വയം സന്തോഷിച്ചു. കുറേ പള്ളികളിൽ നമ്മൾ കാസറ്റുകൾ കൊണ്ടുപോയി കൊടുക്കലും അതിലത്തെ പാട്ടുകളൊക്കെ പലർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഒക്കെ വലിയ സന്തോഷമുള്ള കാര്യം തന്നെ. അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും എപ്പോഴും ഇങ്ങനെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാവല്ലോ. നമ്മൾ എപ്പോഴും റീൽസ് കാണാം. നിങ്ങൾ ഫാമിലിയിൽ എല്ലാവരും ചേർന്നിട്ട് എപ്പോഴും പുതിയ പുതിയ റീൽസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ആൾ ഞാൻ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാട്ട് പാടാന്നുള്ളതൊക്കെ, ഡാൻസ് എനിക്ക് തീരെ അറിയില്ല. അപ്പോൾ ഈ ഡാൻസ് എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഡാൻസ് അറിയും എന്നുള്ളത് നാട്ടുകാരെ അറിയിക്കണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് ഡാൻസ് പറഞ്ഞു തരുന്നത് ബിമിതയാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ആള് സാനു. എനിക്ക് സ്റ്റെപ്പ് പഠിപ്പിക്കാൻ നിൽക്കുമ്പോൾ തന്നെ സാനിനോട് പറയും, അപ്പനധികം ഹെവി ആയിട്ടുള്ള ഡാൻസ് പഠിപ്പിക്കണ്ട, അധികം കിട്ടൂല. അപ്പോൾ ഇങ്ങനെ കാല് അങ്ങോട്ട് വെച്ചിട്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട് ഡാൻസ് കളിക്കും. ഇവരെ കൂടെ തന്നെ നിൽക്കണ്ടേ, നമുക്ക് പിടിച്ചിരിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഡാൻസ് കളിക്കും. പിന്നെ ഷോർട്ട് ഫിലിമുകൾ ഇതേപോലെ തന്നെ സാനു എടുത്തിട്ടുള്ള കുറേ ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ഇതേപോലെ തന്നെ ബിമിത പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഈ രാജുവിൻ്റെ ഷോർട്ട് ഫിലിം തന്നെയാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് അതിൽ അങ്ങനെ പോകുന്നത്. ആദ്യത്തെ ഒരു അഭിനയത്തിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ് അതായിരുന്നു. എനിക്ക് മുന്നേ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. ബിമിതയ്ക്ക് അത്ര വലിയ സന്തോഷം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ആളങ്ങനെ വലിയൊരു സന്തോഷം പറഞ്ഞു കേട്ടില്ല. അതെപ്പോഴും ബിമിതോട് നമ്മളൊരു കാര്യം ഗംഭീരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിമിത അധികം സന്തോഷിക്കില്ല. അപ്പോൾ ഞാനത് ചോദിച്ചിട്ടുണ്ട്, എന്താ നീ ഇത്ര അധികം സന്തോഷിക്കാത്തത്? നിൻ്റെ ഭർത്താവിനൊരു കാര്യം, സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സന്തോഷിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ബിമിത അതിൻ്റെ ഉത്തരം പറയാറെന്ന് വെച്ചാൽ, ഞാൻ കൂടുതൽ സന്തോഷിച്ച് മോട്ടിവേറ്റ് ചെയ്തിട്ട് അതിന് ഫ്ലോപ്പ് വരണ്ടല്ലോ എന്ന് പേടിച്ചിട്ടാന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഘ്നം വരണ്ട എന്നുള്ള നിലയ്ക്കാണ് മൂപ്പര് അതിന് സന്തോഷം കണ്ടെത്താത്തതെന്നാണ് പറയുന്നത്. ഉള്ളിൽ ഭയങ്കര സന്തോഷം ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പം ഞാനും ഷോദിലും സാനും ഒക്കെ ബിമിതോട് പറയും, കുറച്ച് സന്തോഷമൊക്കെ പറഞ്ഞോ. ഇപ്പോൾ ഷോദിലിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള കാര്യം പറയുമ്പോഴും ആളുടെ ഉള്ളിൽ വളരെയധികം സന്തോഷം ഉണ്ടാവും, പുറത്ത് കാണിക്കില്ല. അത് ബിമിത ചേച്ചിയുടെ തിയറി ആയിരിക്കും. അതെ, ചേട്ടനൊരു തിയറി ഉണ്ടല്ലോ. അല്ല, ഓരോ ആൾക്കാർക്കും ഒരു തിയറി ഉണ്ടാവും. അതുപോലെ തന്നെയാണ് അത് പോവുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ റീൽസൊക്കെ കാണുമ്പോഴാണെങ്കിലും നല്ല രസമാണ്. ഒരു ഹാപ്പി ഫാമിലി കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. നിങ്ങളുടെ വർത്തമാനം പറഞ്ഞിരിക്കാൻ തന്നെ നല്ല രസമാണ് എല്ലാവരുമായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ പോസിറ്റീവ് എനർജി വാരി വിതറിക്കൊണ്ട് ഒരുപാട് മേഖലയിൽ ഇനിയും ആക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ തന്നെ പോസിറ്റീവായി ആക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. എനിക്കും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ടെങ്കിലും എനിക്ക് തോന്നുന്നത് എനിക്കൊരു സീരിയലിൽ അഭിനയിക്കാനുള്ളൊരു ചാൻസ് ഇത് കാണുന്നവരെങ്കിലും തന്നിട്ട് ഒരു സീരിയലിലേക്ക് അഭിനയിക്കാൻ സാധിക്കുമാറാകട്ടെ എന്നുള്ള എന്താ പറയുക, ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും സാധിക്കട്ടെ. എനിക്ക് തോന്നുന്നു അതിന് ഈ ഒരു ഇന്റർവ്യൂവിനേക്കാൾ കൂടുതൽ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ് ടിറ്റോ ചേട്ടൻ അല്ലേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ടെലിവിഷൻ ചാനലിലുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ സുഹൃത്തുക്കളായിട്ട് തന്നെ ഉണ്ടല്ലേ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു. ഓക്കെ.